A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നവകിരണം പദ്ധതിയിൽ വനം വകുപ്പിന് ഭൂമി കൈമാറിയിട്ട് 5 വർഷം പണം ലഭിച്ചില്ല. സ്ഥലം വിട്ടു നൽകിയവർ വനം കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. പണം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് DFO ദിനേശ് കുമാർ സമരക്കാർക്ക് ഉറപ്പു നൽകി. രക്തം നൽകി ജീവൻ നൽകി ഞങ്ങൾ ഉയർത്തിയ കൂട്ടായ്മ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? ചാലിയാറിൻ വനമേഖലയിൽ ചേരിയൻകുത്ത് പന്നിയങ്ങാട് അപ്പക്കോട് പന്നിപ്പോൽ വരെ നീളുന്നു. ആനകൾ വാഴും ദേശങ്ങൾ ദുരിതം മൂടിയ വനമേഖലകൾ പദ്ധതി വന്നു 21-ൽ നാട്ടാരെല്ലാം സന്തോഷിച്ചു. നവകിരണം പദ്ധതിക്കായി 5 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയ ചാലിയാർ പഞ്ചായത്തിലെ പന്നിയംകാട്, ചേരിയംകുത്ത്, പൊക്കോട്, വടക്കേപ്പെരുമുണ്ട, തണ്ണിപ്പൊയിൽ മേഖലകളിലെ 64 കുടുംബങ്ങളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വനം കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജനകീയ സമിതി അംഗം TK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ദാസൻ ചിറള അധ്യക്ഷത വഹിച്ചു. അതിൽ ചേരിയംകുത്ത് ഉൾപ്പെടെയുള്ള കുറെ പ്രദേശങ്ങൾ ഒഴിവായതുകൊണ്ട് ഞങ്ങളിൽ കുറെ പേർ അവിടെ തന്നെ നിന്നു. ആദ്യഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാതിരുന്ന കുറേ ആളുകൾ 2ാം ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ചു. 2ാം ഘട്ടം ഹിയറിംഗ് കഴിഞ്ഞു വർഷങ്ങളായി. ഈ 1ാം ഘട്ടത്തിൽ ഹിയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് തന്നെ വർഷങ്ങളോളം കഴിഞ്ഞ ശേഷമാണ് പണം കിട്ടിയത്. അതിൽ തന്നെ ഒരുപാട് പേർ വാടകയ്ക്ക് പോയ ആളുകളുണ്ടായിരുന്നു. ഇതിന്റെ 1ാം ഗഡു കിട്ടിയാൽ വീട് പൊളിച്ചു കൊടുത്തു പോകണം എന്നാണ് ഇതിന്റെ നിയമം. അതനുസരിച്ച് വീട് പൊളിച്ചു കൊടുത്തു പോയവർ പണം കിട്ടാതെ മാസങ്ങളോളം ആകെ വലഞ്ഞ് സർക്കാരിന് മുമ്പിൽ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്തായാലും അവർക്ക് ഫണ്ട് കിട്ടി, അവർ പോയി. പക്ഷേ ഹിയറിംഗ് കഴിഞ്ഞ ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇതിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്, കേരള മുഖ്യമന്ത്രിയാണ്. കോടികൾ ഓരോ പദ്ധതിക്ക് ചെലവാക്കുന്ന കേരള സർക്കാർ ഞങ്ങളെപ്പോലെ ഈ പാവങ്ങളെ ഫണ്ടില്ലെന്ന് എടുക്കുന്നു. അതാണ് അതിന്റെ സത്യം. ഈ 60 കുടുംബങ്ങൾക്ക് വേണ്ട പണം കണ്ടെത്താൻ സർക്കാരിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലാത്തതിന് കോടികൾ കളയുന്ന സർക്കാർ എന്താണ് ഇതിന് മുതിരാത്തത്? അതുപോലെ ധനകാര്യ വകുപ്പ് ഫണ്ട് വകമാറ്റിയാലല്ലേ ഞങ്ങൾക്ക് ഇതിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ധനകാര്യ വകുപ്പ് മുന്നോട്ട് വന്ന് ഇതിനുള്ള ഫണ്ട് മുന്നോട്ട് വെച്ച് റവന്യൂ വകുപ്പിനെ ക്ഷണിച്ച് വനം വകുപ്പിനെ ഏൽപ്പിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പുറത്തു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ ശക്തമായി ആവശ്യപ്പെടാനുള്ളത്. ശൈലജ പട്ടേൽ, ലീല, റൈഹാനത്ത്, സുകുമാരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നിലമ്പൂർ നോർത്ത് DFO ദിനേശ് കുമാറിന് നിവേദനവും നൽകി. തങ്ങളുടെ ഭൂമി നവകിരണം പദ്ധതിയിലേക്ക് നൽകിയതിനാൽ തങ്ങൾ 5 വർഷമായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സമരക്കാർ വിശദീകരിച്ചു നൽകി. സർക്കാർ ആനുകൂല്യങ്ങളും നിലവിൽ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഫണ്ട് ലഭ്യമാക്കാൻ അടിയന്തര നടപടിയുണ്ടാകുമെന്ന് DFO സമരക്കാർക്ക് ഉറപ്പ് നൽകി. തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്തി നിലവിലെ സാഹചര്യം ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. A+ വിഷൻ ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.